ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ഗുജറാത്തിലും ഏക സിവിൽ കോഡ് വരുന്നു. UCC പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചു. ഉത്തരാഖണ്ഡ് മാതൃകയിൽ നടപ്പാക്കും. ചൈനയെ പുകഴ്ത്തിയ രാഹുലിന് കുരുക്ക്. ലോക്സഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയേക്കും. പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് BJP. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം മുഴുവൻ രാഹുൽ കേൾക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് നീക്കം മുൻ തീരുമാനം അട്ടിമറിച്ച്. G. സുധാകരൻ വേണ്ടെന്ന് വെച്ചത് തിരുത്താൻ രണ്ടാം പിണറായി സർക്കാർ. ടോളിൽ തീരുമാനമായില്ലെന്ന് MV ഗോവിന്ദൻ. AI ചൂഷണത്തിന് വഴിവെക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പുതിയ കണ്ടെത്തൽ. തിരുവനന്തപുരം വലിയതുറ സെന്റ് ആന്റണീസ് സ്കൂളിൽ വൻ നികുതി വെട്ടിപ്പ്. കെട്ടിട നിർമ്മാണ അനുമതി നികുതിയും കെട്ടിട നികുതിയും അടച്ചിട്ടേയില്ല. സർക്കാരിന് കൊടുക്കേണ്ടത് 10.5 കോടിയോളം. സ്കൂൾ പ്രവർത്തനം ഫിറ്റ്നസ് ഇല്ലാതെ. ജനം എക്സ്ക്ലൂസീവ്. കോഴിക്കോട് മുക്കം പീഡന ശ്രമത്തിൽ ഹോട്ടൽ ഉടമയ്ക്കെതിരെ തെളിവുകൾ. ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി യുവതി. ഇനിയും ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നും കുടുംബം. പ്രതികൾ ഒളിവിൽ തന്നെ. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കേരളത്തിൽ. വൈകിട്ട് എറണാകുളത്ത് തപസ്യയുടെ സുവർണോത്സവം ഉദ്ഘാടനം. നാളെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കും. മുകേഷിന് CPMന്റെ അപ്രഖ്യാപിത വിലക്ക്. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കേണ്ടെന്ന് കൊല്ലം ജില്ലാ നേതൃത്വം. സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പരിപാടികളിലും ക്ഷണമില്ല. നടപടി പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആവർത്തിച്ച് ഡൽഹി മുഖ്യമന്ത്രി. നിശബ്ദ പ്രചാരണ ദിവസം അതിഷിയുടെ പരസ്യ പ്രചാരണം. കേസെടുത്തു പോലീസ്. വോട്ടെടുപ്പ് നാളെ. നോക്കാം വിശദമായ വാർത്തകളിലേക്ക്. ഉത്തരാഖണ്ഡിനു പിന്നാലെ ഗുജറാത്തിലും ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങി ഗുജറാത്ത് സർക്കാർ. UCCയെ പറ്റി പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചു. ഉത്തരാഖണ്ഡ് മാതൃകയിൽ UCC നടപ്പാക്കാനാണ് തീരുമാനം. દેશના તમામ નાગરિકોને સમાન હક મળે તે માટે કોમન સિવિલ કોડનો દેશવ્યાપી અમલ કરવાનો નિર્ણય કર્યો છે. આદરણીય વડાપ્રધાન શ્રી નરેન્દ્રભાઈ મોદીની ભારતીય જનતા પાર્ટીની સરકાર જે કહેવું તે કરવું એક કાર્યમંત્રને અનુસરીને સરકાર કામ કરે છે. આર્ટિકલ 370ની નાબૂદી, વન નેશન વન ઇલેક્શન, નારી શક્તિ વંદના અધિનિયમ, ટ્રિપલ તલાક કાનૂન વગેરે માટે જે વચનો આપવામાં આવ્યા તે એક પછી એક પૂર્ણ થઈ રહ્યા છે. એ દિશામાં આગળ વધતા ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നിലവിൽ വന്നതിന് ശേഷം അതൊരു മാതൃകയാകും, തുടക്കമാകും എന്ന് കരുതിയത് അന്വർത്ഥമായിരിക്കുന്നു. ഉത്തരാഖണ്ഡിന് പിന്നാലെ ഗുജറാത്തിലേക്കും ഏക സിവിൽ കോഡ് എത്തുകയാണ്. ഗുജറാത്ത് സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നു. UCC നടപ്പാക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം തുടങ്ങി അതിനെപ്പറ്റി പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. ഉത്തരാഖണ്ഡ് മാതൃകയിൽ തന്നെ UCC നടപ്പാക്കാനാണ് തീരുമാനമെന്നും അറിയുന്നു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങൾ നൽകും. ഗൗതം, UCCയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക കമ്മിറ്റി വരുന്നു ഗുജറാത്തിൽ. ഉടൻ തന്നെ ഉത്തരാഖണ്ഡ് മോഡലിൽ അതങ്ങനെ തന്നെ കരുതപ്പെട്ടതുമാണ്. ഇതൊരു തുടർച്ചയാകുമെന്ന് വിവരങ്ങൾ എന്താണ്? വീണ, കഴിഞ്ഞ 27-നാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയത്. ഇപ്പോൾ അതിന് പിന്നാലെ ഗുജറാത്തിലും BJP സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റി എങ്ങനെയാണ് ഗുജറാത്തിൽ
ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പഠിക്കും. ഉത്തരാഖണ്ഡിലും നേരത്തെ ഒരു സമിതി ഇതേപ്പറ്റി പഠനം നടത്തിയ ശേഷമാണ് പിന്നീട് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനുമേൽ നിയമസഭ അത് അംഗീകരിക്കുകയും ചെയ്താണ് കഴിഞ്ഞ 27 മുതൽ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് മാതൃകയിൽ ഗുജറാത്തിലും BJP സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അടുത്തിടെ പാർലമെന്റിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് ഭാരതത്തിൽ BJP അധികാരത്തിലിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഗുജറാത്ത് മാത്രമല്ല ആസാമും സമാനമായ രീതിയിലുള്ള പഠനം നടത്തുന്നുണ്ട്. അതായത് മുഴുവൻ BJP സംസ്ഥാനങ്ങളിലും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും എന്ന സന്ദേശമാണ് ഒരിക്കൽ കൂടി നൽകുന്നത്. ഓക്കെ, ശരി ഗൗതം. ലോക്സഭയിൽ പച്ചക്കള്ളം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രാഹുൽ MPക്കെതിരെ പ്രതിഷേധം ഇരമ്പുന്നു. ചൈനയെ പുകഴ്ത്തിയ രാഹുലിനെതിരെ BJP MPമാർ അവകാശ ലംഘന നോട്ടീസ് നൽകിയേക്കും. സഭാരേഖകളിൽ നിന്ന് രാഹുലിന്റെ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും BJP ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ നിന്ന് ഒളിച്ചോടരുതെന്ന് രാഹുലിനോട് ആവശ്യപ്പെട്ട കിരൺ റിജിജു. രാഹുലിനുള്ള ശക്തമായ മറുപടി പ്രധാനമന്ത്രി നൽകുമെന്നും റിജിജു പറഞ്ഞു. വൈകുന്നേരം 5 മണിക്കാണ് ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയുടെ പ്രതികരണം. ഗൗതം അനന്തനാരായണൻ വിവരങ്ങൾ നൽകും. ഗൗതം, പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ നിന്ന് ഒളിച്ചോടരുത് എന്ന് പറയുന്ന കിരൺ റിജിജുവിന്റെ പ്രസ്താവന ഏത് സാഹചര്യത്തിലായിരുന്നു? വിവരങ്ങൾ. വീണ, ഇന്നലെ വൈകിട്ട് ലോക്സഭയിൽ സംസാരിക്കുമ്പോഴാണ് രാഹുൽ ചൈന അനുകൂലമായ പ്രസ്താവനകൾ നടത്തുകയും ഭാരതത്തിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളെ ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്തത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ വൈകുന്നേരം 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും രാഹുലിനെതിരെ പ്രധാനമന്ത്രി ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ രാഹുലിനോട് പാർലമെന്റിൽ നിന്നും ഒളിച്ചോടരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്നലെ രാഹുൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കുമുള്ള മറുപടിയുമായാണ് വൈകുന്നേരം ലോക്സഭയിലേക്ക് എത്തുക എന്ന സന്ദേശമാണ് കിരൺ റിജിജു നൽകുന്നത്. അതിനാൽ രാഹുലും മറ്റു കോൺഗ്രസ് MPമാരും അവിടെ തന്നെ ഉണ്ടാകണം എന്ന പരിഹാസ രൂപേണ ഉള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ കിരൺ റിജിജുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഓക്കെ, ശരി ഗൗതം. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ശനിയാഴ്ച ഫലമറിയാം. 30,000 പോലീസിനെയാണ് തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷയ്ക്ക് വിന്യസിച്ചിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് ഇതുവരെ 1049 കേസെടുത്തതായി പോലീസ് അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് പരസ്യപ്രചരണം തുടർന്ന ഡൽഹി മുഖ്യമന്ത്രി അതിഷി മുഖ്യമന്ത്രിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. നിശബ്ദ പ്രചരണ ദിനമായി ഇന്ന് വാഹനത്തിൽ പരസ്യപ്രചരണം നടത്തിയ സാഹചര്യത്തിലാണ് കേസെടുത്തത്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. പോത്തുണ്ടിയിൽ എത്തിച്ച് തെളിവെടുത്ത ശേഷം ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുപോയി. പ്രതിയെ നാളെ 3 മണിവരെ കസ്റ്റഡിയിൽ വിട്ടു. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, പ്രതി ചെന്താമരയെ എവിടെയൊക്കെ എത്തിച്ചാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്? എന്തൊക്കെ കാര്യങ്ങൾ പ്രതി വിശദീകരിച്ചു? അരുൺ, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എവിടെയൊക്കെ ചെന്താമരയെ എത്തിച്ചു, ഏതൊക്കെ ഭാഗങ്ങളിൽ, തെളിവെടുപ്പിൽ എന്തൊക്കെയാണ് ചെന്താമര വിശദീകരിച്ചത്? കൃത്യമൊരു 12:25 പ്രതിയെ ഞാൻ നിൽക്കുന്ന ബോയൻ കോളനി ഭാഗത്തേക്ക് എത്തിച്ചത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു പ്രതിയെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചത്. ഏകദേശം 500-ലേറെ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിരുന്നു. നെന്മാറയിലെയും ആലത്തൂരിലെയും മംഗലം അതുപോലെ തന്നെ കൊല്ലങ്കോടിലെയും ഒക്കെ SI-മാരുടെ നേതൃത്വത്തിലുള്ള 500-ലേറെ പോലീസ് സംഘമാണ് ഇവിടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത്. ഈ കനത്ത പോലീസ് സുരക്ഷയിൽ പോലീസിന്റെ ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയെ ആദ്യം എത്തിച്ചത്
കൊലപാതകം നടന്ന ആ സ്പോട്ടിലേക്കായിരുന്നു, കൊലപാതകം നടത്തിയ ആ സ്പോട്ടിലേക്കായിരുന്നു. അതായത് ബോയൻ കോളനിയിലെ ചെന്താമരയുടെ വീടിൻ്റെ മുൻവശത്തേക്കായിരുന്നു ആദ്യം പ്രതിയെ എത്തിച്ചത്. അവിടെ ആ പ്രതിയെ എത്തിച്ച് അതിനുശേഷം അവിടെ പ്രതി കൃത്യമായിട്ട് തന്നെ താൻ സുധാകരൻ സ്കൂട്ടറിൽ വരുമ്പോൾ കൊടുവാൾ കൊണ്ട് വെട്ടുകയായിരുന്നു എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിനോട് വിശദീകരിക്കുകയുണ്ടായി. അവിടെ നിന്നും പിന്നീട് പ്രതിയെ കൊണ്ടുപോയത് ആ ചെന്താമരയുടെ വീടിന് മുന്നിൽ ഭാഗത്തു നിന്നും പിന്നെ കൊണ്ടുപോയത് തൊട്ടപ്പുറത്ത് ഈ സുധാകരനെ വെട്ടിവീഴ്ത്തിയതിന് തൊട്ടപ്പുറത്ത് തന്നെയായിട്ടായിരുന്നു സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെ വെട്ടിവീഴ്ത്തിയത്. അവിടേക്കായിരുന്നു പോലീസ് കൊണ്ടുപോയത്. അവിടെയും എങ്ങനെയാണ് താൻ ലക്ഷ്മിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഈ ചെന്താമര പോലീസിനോട് വിവരിക്കുകയുണ്ടായി. പിന്നീട് പ്രതി ഈ 2 കൊലപാതകങ്ങളും നടത്തിയതിന് ശേഷം തൻ്റെ വീട്ടിലേക്കായിരുന്നു പോയത്. ആ വീട്ടിലായിരുന്നു കൊടുവാൾ ഉപേക്ഷിച്ചിരുന്നത്. ആ കൊടുവാൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന വീടിന് ഉള്ളിലേക്കും പ്രതിയെ കൊണ്ടുപോയി പോലീസ് തെളിവെടുപ്പ് നടത്തി. വീടിൻ്റെ മുൻവശത്തെ വാതിലിലൂടെ പോയി കൊടുവാൾ അവിടെ ഒളിപ്പിച്ചതിന് ശേഷം പുറകുവശത്തെ വാതിൽ വഴിയാണ് താൻ പുറത്തേക്ക് കടന്ന് തൊട്ടടുത്തുള്ള മലഭാഗത്തേക്ക് രക്ഷപ്പെട്ടതെന്നായിരുന്നു ഈ തെളിവെടുപ്പ് സമയത്ത് ചെന്താമര പോലീസിനോട് പറഞ്ഞത്. സമാന രീതിയിൽ തന്നെ ആദ്യം അകത്തെ വാതിലിലൂടെ കയറ്റി, മുൻവശത്തെ വാതിലിലൂടെ കയറ്റി, പുറകുവശത്തെ വാതിലിലൂടെ പ്രതിയും കൊണ്ട് പോലീസ് ഇറങ്ങി മുൻവശത്തേക്ക് എത്തി. ശേഷം അവിടെ നിന്നും എങ്ങനെയാണ് പ്രതി രക്ഷപ്പെട്ടത് എന്നുള്ളതായിരുന്നു ചോദിച്ചത്. ആ സമയത്ത് പ്രതി പറഞ്ഞു താൻ ഈ സുധാകരൻ്റെ വീടിൻ്റെ മുൻവശത്തെ ഉള്ള ഒരു കനാലുണ്ട്, ആ കനാലിന് ഇടതുവശത്തു കൂടെ നടന്നു നീങ്ങുകയും കനാലിന് അരികിലായിട്ട് മൊബൈൽ ഫോൺ പൊട്ടിച്ച് അതിൻ്റെ സിമ്മും പൊട്ടിച്ച് അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ മൊബൈൽ ഫോൺ പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഭാഗത്തേക്കും പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ഈ പാടവരമ്പത്ത് കൂടെ നടന്ന് നീങ്ങിക്കൊണ്ടാണ് തൊട്ടടുത്ത മലഭാഗത്തേക്ക് പ്രതി താൻ മലയിലേക്ക് കയറിപ്പോയത് എന്നുള്ളതായിരുന്നു ചെന്താമര പോലീസിനോട് പറഞ്ഞത്. ആ അത്രയും ഭാഗത്തേക്ക്, ആ മലയിലേക്ക് കയറിപ്പോയെന്ന് പറയുന്ന അത്രയും ഭാഗത്തേക്ക് പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആ സമാന വഴിയിൽ ഭാഗത്തുകൂടെ തന്നെ തിരിച്ച് നടന്നു വരുമ്പോഴായിരുന്നു ചെന്താമരയെ പോലീസ് പിടികൂടിയത്. ഏതായാലും 27-ാം തീയതിയാണ് നാടിനെ നടുക്കിയ ഈ അരുംകൊല നടക്കുന്നത്. 27-ാം തീയതി നടന്ന കൊലപാതകം പിന്നീട് 28-ാം തീയതി രാത്രിയാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ഏതായാലും നാട്ടുകാരുടെയൊക്കെ വലിയ സഹകരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദ്യ അവസാനം കാണാൻ കഴിഞ്ഞത്. ഈ പ്രതിക്ക് എന്താണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നത്, ഒരു എന്ത് തരത്തിലുള്ള ശിക്ഷ വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം? ആളെ ശരിക്ക് ഒരു തൂക്കി കൊല്ലുന്ന ഏറ്റവും ഉദ്ദേശിക്കുന്നത്. 3 പേരെ ആള് തട്ടിയത്, കൊലപ്പെടുത്തിയത്. ആ പാവം 2 കൊച്ചുകൾ അനാഥയായിപ്പോയി. അച്ഛനുമില്ല, അമ്മയില്ല, മുത്തശ്ശിയില്ലാത്ത രീതിക്കായിപ്പോയി. അത് ശരിക്കും തൂക്കിക്കൊല്ലണം. ഇങ്ങനെയുള്ള വ്യക്തിനൊക്കെ തൂക്കിക്കൊല്ലണം. തൂക്കിക്കൊല്ലണം തന്നെയാണ്. കാരണം അതിന് മാത്രമുള്ള കുറവെടുത്താണ് ആൾ ചെയ്തത്. ഇവിടെ 2 പെൺകുട്ടികളല്ലേ അനാഥയാക്കിയിട്ട് പോയത്. 2 പെൺകൊച്ചുകളാ. എന്താ അവൻ്റെ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക്. അയാളുടെ മക്കളൊക്കെ സേഫാണ് ഇപ്പോൾ ഈ കുട്ടികൾ മാത്രം. കൊലപ്പെടുത്തിയ ആളുടെ മകൾക്ക് ജോലിയുണ്ട്, ഓർഫറയാ, വരുമാനം പോലീസാണ്. പക്ഷെ ഈ കുട്ടികൾക്ക് ആരുമില്ല. വലിയ സമാധാനത്തിൽ പോയിരുന്ന നാടായിരുന്നു. അതെ, സമാധാനത്തിൽ പോയിരുന്ന നാടാണ്. ഇയാൾ വന്നിട്ട് തീരുമാനമാക്കിയിട്ട് പോയി. നശിപ്പിച്ച് ഒരു ഇതാക്കി വിട്ടു. എല്ലാവർക്കും ഒരു ആശങ്കയായി. നമ്മുടെ നാട് ഒരു അത്യാവശ്യം ഡാമുകളെല്ലാം അറിയപ്പെടുന്ന ഒരു ഇതായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും വലിയത് പോത്തുണ്ടി പറയുമ്പോൾ കൊലപാതകം നടക്കുന്ന സ്ഥലം എന്നുള്ള അറിയപ്പെട്ടു. അതുതന്നെയാണ് നാട്ടുകാരുടെ ആശങ്കയാണ് അവർ പറയുന്നത്. ഈ പോത്തുണ്ടി എന്നുള്ളത് നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്നുള്ളതാണ്. നെല്ലിയാമ്പതി മലനിരകളിലേക്കൊക്കെ ആളുകൾ കടന്നു പോകുമ്പോൾ ഈ ഡാം സന്ദർശിച്ച് അവിടുത്തെ ഉദ്യാനമൊക്കെ സന്ദർശിച്ചാണ് പോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇരട്ട കൊലപാതകത്തിൻ്റെ പേരിൽ പോലും ഈ നാട് അറിയപ്പെടുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് നാട്ടുകാർ പങ്കുവച്ചത്. മാത്രമല്ല ഈ കൊലപാതകത്തിൽ പ്രതിക്ക് തൂക്കിക്കൊല്ലണം പ്രതിയെ എന്നുള്ളൊരു ആവശ്യവും അവർ പറയുന്നു. ഏതായാലും നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ സഹകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് തെളിവെടുപ്പ് നടക്കുമ്പോൾ കാണാനായത് പൂർണ്ണമായും അവർ സഹകരിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ചെന്താമര പിടിയിലായ ദിവസം 28-ാം തീയതി രാത്രി നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ രോഷാകുലരാകുന്ന സാഹചര്യമായിരുന്നു. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ ഇരമ്പിയെത്തുകയും സ്റ്റേഷൻ്റെ മതിലും ഗേറ്റും ഒക്കെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിലാണെങ്കിൽ ഇപ്പോൾ 2 നാട്ടുകാരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തീർത്തും സമാധാനപരമായിട്ട് തന്നെയായിരുന്നു തെളിവെടുപ്പ് എല്ലാം പുരോഗമിച്ചത്. പ്രതിയെ കൃത്യമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 12:25 ഈ കൊലപാതകം നടന്ന ക്രൈം സ്പോട്ടിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം പ്രതി ഓടി രക്ഷപ്പെട്ട വഴികളും മറ്റുമൊക്കെ നടന്നു നീങ്ങിക്കൊണ്ട് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നു. ഇനി ഏതായാലും നാളെ 3 മണി വരെയാണ് പ്രതി കസ്റ്റഡിയിലുള്ളത്. തെളിവെടുപ്പ് പൂർത്തിയായി. പോലീസ് പ്രതിയെ പോത്തുണ്ടിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കം 1ാം പിണറായി സർക്കാരിന്റെ തീരുമാനം അട്ടിമറിച്ചെന്ന ആക്ഷേപം ശക്തമാകുന്നു. അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഇടപെട്ട് 14 പാലങ്ങളിലെ ടോൾ പിരിവ് നിർത്തലാക്കിയിരുന്നു. പുതുതായി നിർമ്മിച്ച പാലങ്ങൾക്ക് ടോൾ വേണ്ട എന്ന തീരുമാനവും പൊതുമരാമത്ത് വകുപ്പ് കൈക്കൊണ്ടിരുന്നു. ഇതാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നത്. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ്, എന്താണ് പുതിയ തീരുമാനം? വീണ, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 14 പാലങ്ങളുടെ ടോളുകളാണ് നിർത്തിയത്. അതോടൊപ്പം തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ച പാലങ്ങൾ അടക്കമുള്ളവയുടെ ആറാട്ടുപുഴ വലിയഴീക്കൽ പാലം അടക്കമുള്ള കോടികൾ ചെലവിട്ട് നിർമ്മിച്ച പാലങ്ങളിലടക്കം ടോൾ വേണ്ട എന്നുള്ള
ഒരു നയപരമായ തീരുമാനവും കൈക്കൊണ്ടിരുന്നു. അത് ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു നയമായി തന്നെയാണ് പറഞ്ഞിരുന്നതും. എന്നാൽ ആ നയമാണ് ഇപ്പോൾ പിണറായി സർക്കാർ തന്നെ തിരുത്തുന്നത്. രണ്ടാം പിണറായി സർക്കാർ തിരുത്താൻ ആലോചിക്കുന്നത് കിഫ്ബിയിലൂടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലങ്ങളിലെ റോഡുകളിലെ അടക്കം ടോൾ പിരിവിനെ കുറിച്ചാണ്. അത് ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങളുടെ വിപരീതമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി പറയുന്നത് 20,804 കോടി രൂപയാണ് ഈ 14 പാലങ്ങളുടെ നിർമ്മാണത്തിനായി തന്നെ ചിലവിട്ടിരുന്നത്. അതിൽ ടോൾ പിരിവിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് 521 കോടി രൂപ മാത്രം. അതായത് 2.5% തുക മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. ആ പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് പണം ഇത്തരത്തിൽ ജനങ്ങളെ പിഴിഞ്ഞ് ഇതിന്റെ പണം കണ്ടെത്തണ്ട എന്ന നയത്തിന്റെ ഭാഗമായി ആയിരുന്നു ടോൾ നിർത്താൻ തീരുമാനിച്ചത്. അതിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ ചെലുത്തുകയും ചെയ്തു. എന്നാൽ ജി സുധാകരനെ പോലുള്ളവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമ്പോൾ അന്ന് നടപ്പായ നല്ല കാര്യങ്ങൾ, അതിലെ നയങ്ങൾ കൂടിയാണ് മാറ്റി നിർത്തപ്പെടുന്നതെന്ന സൂചനയാണ് ഇപ്പോഴത്തെ കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവെന്ന ആലോചനയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ സൗജന്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾ മാറ്റപ്പെടുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയായി തന്നെ വിലയിരുത്താൻ പറ്റും. അത് ഒരു തുടർഭരണം സാധ്യമാക്കി കൊടുത്തപ്പോൾ അന്ന് സർക്കാർ സ്വീകരിച്ച ഏതെങ്കിലും തരത്തിൽ ജനോപകാരപ്രദമായ നയങ്ങൾ ഉണ്ടെങ്കിൽ ആ നയങ്ങളൂടെ തിരുത്തിക്കൊണ്ടു പോകുന്ന ഒരു സമീപനത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാർ മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി കൂടി നമുക്കിതിനെ കാണാൻ സാധിക്കും. ആ രീതിയിൽ പിരിക്കുമ്പോൾ വലിയ രീതിയിൽ ഓരോ ജില്ലയിലും നിരവധി പദ്ധതികളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ഒരു ഭാരമാവും ഈ ടോൾ പിരിവിലൂടെ ഉണ്ടാവുക എന്നതും കൃത്യമാണ്. വീണ. ഓക്കെ, ശരി സുധീഷ്. കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുന്നതിൽ തീരുമാനമായില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലവിൽ അത്തരം ചർച്ചകളിലേക്ക് പോയിട്ടില്ല. ടോൾ പിരിക്കുന്നതിൽ ചർച്ചകൾ നടത്തണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF യോഗം വിളിക്കുമെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് RJD കത്ത് നൽകിയിട്ടുണ്ട്. ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് LDF-ൽ ചർച്ച ചെയ്തിരുന്നുവെന്നും TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം കഴിയാവുന്നത്ര വേഗത്തിൽ വിളിക്കുക എന്നുള്ളത് ഇത് മാത്രമല്ല, മറ്റു പ്രശ്നങ്ങളുമുണ്ട്. വിളിക്കേണ്ടുന്ന ആവശ്യങ്ങളുണ്ട്. ജനങ്ങൾ അഭിമുഖ നാനാതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര ബജറ്റ് ആ പ്രശ്നങ്ങളെല്ലാം മൂർച്ഛിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് ഒരു പൊതുരൂപമെടുത്ത് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ കേരളത്തിൽ ഭരണപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പൊതുരീതി. അത് ആ നിലയിൽ ഉള്ളൊരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ഉപരോധം, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ്. കിഫ്ബി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സൈറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. കിഫ്ബി ഒരു ശാപമായി മാറുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കിഫ്ബി ഒരു വെള്ളാനയാണെന്ന് നേരത്തെ പറഞ്ഞതാണെന്നും നേതൃമാറ്റം ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് എന്നും അദ്ദേഹം പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ ഐക്യം വേണം. കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. പ്രതിപക്ഷ നേതാവുമായി ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ആവശ്യമെങ്കിൽ ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന വാദം തെറ്റെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. UPA ഗവൺമെന്റ് ഭരിച്ചപ്പോൾ കേരളത്തിന് കേന്ദ്രം നൽകിയ സഹായങ്ങൾ പരിശോധിച്ചാൽ ആരോപണങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും സുരേന്ദ്രൻ. ശബരി റെയിൽവേ പദ്ധതി മുടങ്ങിയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ട്. എല്ലാ റെയിൽവേ പദ്ധതികൾക്കും കേന്ദ്രം പണം നൽകുന്നുണ്ടെന്നും K. സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിന് കേന്ദ്രം നൽകിയ സഹായങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെടും. 10 വർഷം UPA ഗവൺമെന്റ് റെയിൽവേ ബജറ്റിൽ തുടർച്ചയായ 10 വർഷത്തെ കണക്ക് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്കും പരിശോധിക്കാം. ആവറേജ് 370 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിൽ റെയിൽവേക്ക് നൽകിയത്. ശബരി റെയിൽ പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ മുടങ്ങി എന്നുള്ളത് വസ്തുതാപരമായി പരിശോധിക്കാൻ അവർ തയ്യാറായിട്ടില്ല. കേരളത്തിലെ എല്ലാ നടപ്പ് റെയിൽ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രം പണം നീക്കിവെച്ചിട്ടുണ്ട്, പ്രവർത്തനാനുമതി കൊടുത്തിട്ടുണ്ട്.
എം മുകേഷ് MLAക്ക് പാർട്ടി പരിപാടികളിൽ അപ്രഖ്യാപിത വിലക്ക്. മുകേഷിനെതിരായ പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെയാണ് അനൌദ്യോഗിക വിലക്ക് ഏർപ്പെടുത്തിയത്. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാനിരിക്കെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. മാർച്ച് ആദ്യവാരം CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാനിരിക്കെ മുകേഷിനെതിരായ കേസുകളും ലൈംഗിക പീഡന പരാതികളും പാർട്ടിക്ക് ബാധ്യതയായി. ഇതോടെയാണ് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിൽ നിരവധി പരിപാടികളുണ്ട്. എന്നാൽ ഇടത് MLA ആയ മുകേഷിന് ഇക്കഴിഞ്ഞ ദിവസം നടന്ന സെമിനാറിലും ക്ഷണം ഇല്ലായിരുന്നു. ലോഗോ പ്രകാശനത്തിലാണ് മുകേഷ് അവസാനമായി പങ്കെടുത്തത്. അതിനുശേഷമാണ് ലൈംഗിക പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. മുകേഷിനെതിരെ ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിയിക്കുന്ന ഗുരുതര പരാമർശങ്ങളും ഡിജിറ്റൽ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. ഇതിനു പിന്നാലെ മുകേഷിനെതിരെ വലിയ പ്രതിഷേധമാണ് ജില്ലയിലുടനീളം നടന്നത്. BJP കോൺഗ്രസ് പ്രവർത്തകർ മുകേഷിന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ മുകേഷിനെതിരായ കേസ് പാർട്ടിക്ക് ബാധ്യതയാകുമെന്ന് കണ്ടാണ് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയത്. ജനം, കൊല്ലം. എം മുകേഷ് MLA വീണ്ടും പിന്തുണച്ച് MV ഗോവിന്ദൻ. മുകേഷിന്റെ കേസ് കോടതിയിലാണ്. ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കുകയും കോടതി വിധി മറിച്ചാവുകയും ചെയ്താൽ MLA സ്ഥാനം തിരിച്ചു കൊടുക്കുമോ എന്നും MV ഗോവിന്ദൻ ചോദിച്ചു. കളമശ്ശേരി സ്ഫോടന കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം. ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തും. യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്റർപോളിന്റെ സഹായം തേടാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ഡൊമിനിക് മാർട്ടിൻ ദുബായിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്നു. ഈ കാലയളവിലെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുക. പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന UAPയെ പോലീസ് ഒഴിവാക്കിയിരുന്നു. പ്രതിയുടെ വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. കേസിൽ കഴിഞ്ഞ ഏപ്രിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2023 ഒക്ടോബർ 29-നായിരുന്നു നാടിനിടയ്ക്ക് സ്ഫോടനമുണ്ടായത്. രാവിലെ 9:30 ആദ്യ സ്ഫോടനവും തുടർച്ചയായി മറ്റ് 2 സ്ഫോടനങ്ങളും നടന്നു. സ്ഫോടനത്തിൽ ആദ്യം 6 പേരും ചികിത്സയിലിരിക്കെ 2 പേരുമാണ് മരിച്ചത്. യഹോവ സാക്ഷികൾ സഭയിൽ അംഗമായിരുന്ന ഡൊമിനിക് മാർട്ടിൻ സഭയിലുള്ളവരുമായി തെറ്റിപ്പിരിയുകയും സ്ഫോടനം നടത്തി പ്രതികാരം ചെയ്യുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2023 ജൂലൈ മുതൽ ആസൂത്രണം നടത്തിയാണ് ഒക്ടോബറിൽ സ്ഫോടനം നടത്തിയത്. സ്ഫോടക വസ്തുക്കൾ പലയിടത്തു നിന്നായി സംഘടിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. തമ്മനം സ്വദേശി ഡൊമിനിക് മാർട്ടിൻ മാത്രമായിരുന്നു കുറ്റപത്രത്തിലെ ഏക പ്രതി. ജനം, കൊച്ചി. പിൻവാതിൽ നിയമനങ്ങളെ ചൊല്ലി പോലീസ് തലപ്പത്ത് തർക്കം. ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് പിന്നാലെ വോളിബോൾ താരങ്ങളെ നിയമിക്കാൻ സമ്മർദ്ദം ശക്തം. വിവാദങ്ങളെ തുടർന്ന് പോലീസിലെ കായിക ചുമതലാ സ്ഥാനം ADGP MR അജിത് കുമാർ ഒഴിഞ്ഞു. പകരം ADGP S ശ്രീജിത്തിന് ചുമതല നൽകി സർക്കാർ ഉത്തരവിറക്കി. MR അജിത് കുമാറിനാണ് പോലീസിന്റെ കായിക ചുമതല. കായിക മേഖലയിലെ റിക്രൂട്ട്മെന്റുകൾ അടക്കം നോക്കിയിരുന്നത് അജിത് കുമാർ ആയിരുന്നു. സാധാരണഗതിയിൽ ദേശീയ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും മെഡൽ നേടുന്നവരെയാണ് സ്പോർട്സ് കോട്ടയിൽ ഇൻസ്പെക്ടർ റാങ്കിൽ നിയമിച്ചിരുന്നത്. എന്നാൽ ബോഡി ബിൽഡിംഗ് താരത്തെ ഈ റാങ്കിൽ ഉൾപ്പെടുത്താനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടെ CPM അനുഭാവിയായ കണ്ണൂർ സ്വദേശിയായി വോളിബോൾ താരത്തെ ചട്ടവിരുദ്ധമായി നിയമിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയിരുന്നു. കണ്ണൂർ സ്വദേശിയെ CPO ആക്കാനായിരുന്നു ശ്രമം. താരങ്ങളെ നിയമിക്കാൻ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് കായിക ചുമതലയിൽ നിന്ന് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അജിത് കുമാർ DGPക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കായിക ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റി പകരം ADGP S ശ്രീജിത്തിന് ചുമതല നൽകിയത്. ജനം, തിരുവനന്തപുരം. വയനാട് ദുരന്തത്തിൽ ഏറ്റവും അധികം ചെലവ് വഹിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖം ഹൈക്കോടതിയിൽ നഷ്ടപ്പെട്ടു. 896 കോടി കേരളത്തിന്റെ കയ്യിൽ ഉണ്ടായിട്ടും പുനരധിവാസത്തിന്റെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വയനാടിന് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്രം നൽകുമെന്നും കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരം വലിയതുറ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് വമ്പൻ നികുതി വെട്ടിപ്പ്. നിർമ്മാണ കുടിശ്ശിക ഇനത്തിൽ സർക്കാരിന് സ്കൂൾ നൽകേണ്ടത് 10 കോടിയിലധികം രൂപ. നികുതി തിരിച്ചടവിനായി സർക്കാർ നിരവധി തവണ നോട്ടീസ് അയച്ചെങ്കിലും സ്കൂൾ അധികൃതർ നികുതി അടയ്ക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കെട്ടിടം പ്രവർത്തിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാതെയാണ്. രേഖകൾ ജനം TVക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലെ വലിയതുറയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂളിലാണ് ഗുരുതരമായിട്ടുള്ള നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്.
നികുതി ഇനത്തിൽ സ്കൂൾ സർക്കാരിന് നൽകേണ്ടത് 10,34,32,636 രൂപ. നിരവധി തവണ സർക്കാർ നികുതി ഒടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിന് നോട്ടീസ് നൽകിയെങ്കിലും അധികൃതർ മറുപടി നൽകിയിട്ടില്ല. കൂടാതെ സ്കൂളിന് നഗരസഭ കെട്ടിട നമ്പറും നൽകിയിട്ടില്ല. 2023 സ്കൂളിന്റെ ഫിറ്റ്നസ് അവസാനിച്ചു. പിന്നീട് സ്കൂൾ അധികൃതർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും നഗരസഭയ്ക്കും കൈമാറിയില്ല. ഇതോടെ നഗരസഭ കെട്ടിട നമ്പറും പുതുക്കി നൽകിയില്ല. തുടർന്നും നിയമവിരുദ്ധമായിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ വള്ളക്കടവ് പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന സ്കൂൾ പിന്നീട് വലിയതുറയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം ആയതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമി കയ്യേറിയാണ് സ്കൂൾ പുനർനിർമ്മിച്ചതെന്നാണ് ആക്ഷേപം. ഇതിനു പിന്നാലെയാണ് നികുതി വെട്ടിപ്പും സ്കൂളിന് ഫിറ്റ്നസും ഇല്ല എന്നതും പുറം ലോകം അറിയുന്നത്. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. മതിയായ സുരക്ഷിതത്വമില്ലാതെ നഗരസഭയുടെ കെട്ടിട നമ്പർ പോലും ഇല്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് നഗരഹൃദയത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം. വിനീഷ്, ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം തമ്പാനൂരിൽ സമരക്കാർ ബസ് തടഞ്ഞു. KSRTCയിൽ കോൺഗ്രസ് അനുകൂല സംഘടന TDF പ്രഖ്യാപിച്ച പണിമുടക്ക് തുടരുകയാണ്. പോലീസും സമരക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പാവപ്പെട്ടവന്റെ ഒരു ബോഡി അറിയാം, പാവപ്പെട്ട ഒരു തൊഴിലാളി ശമ്പളം കിട്ടാതെ നിങ്ങള് ആരെ ആത്മഹത്യ അതേസമയം കോഴിക്കോട്ടെ KSRTC ബസ് സമരം ഭാഗികമാണ്. രാവിലെ മുതൽ ഒറ്റ സർവീസുകളും മുടങ്ങിയിട്ടില്ലെന്ന് KSRTC അധികൃതർ വ്യക്തമാക്കി. സർക്കാർ അനുകൂല സംഘടനകളെ മുൻനിർത്തി സമരം പൊളിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് TDFന്റെ ആരോപണം. രാവിലെ പണിമുടക്ക് ആരംഭിച്ചെങ്കിലും കോഴിക്കോട് ഡിപ്പോയിൽ ഒരു സർവീസ് പോലും മുടങ്ങിയിട്ടില്ലെന്നാണ് KSRTC അധികൃതർ പറഞ്ഞത്. താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം തുടങ്ങി ഡിപ്പോയിലും സർവീസിന് മുടക്കമില്ല. താൽക്കാലിക ജീവനക്കാരെ ഉപയോഗപ്പെടുത്തി സർവീസുകൾ നടത്തുകയാണ് KSRTC. സർക്കാർ അനുകൂല സംഘടനകളെ ഉപയോഗിച്ച പണിമുടക്ക് പൊളിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് TDF അംഗങ്ങൾ പറഞ്ഞു. പൊതുജനങ്ങളുടെ ഇടയിലും നമ്മളുടെ കുടുംബത്തിന്റെ ഇടയിലും എത്രത്തോളം അവഹേളിക്കാൻ പറ്റുമോ അത്രത്തോളം അതിലുപരിയായിട്ട് ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ ഞങ്ങളെന്തോ ഔദാര്യം പറ്റുന്നൊരു വിഭാഗമാണ് എന്നുള്ള രീതിയിലാണ് സർക്കാരും മാനേജ്മെന്റും ഞങ്ങളെ എത്തിച്ച് വിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് ഞങ്ങൾ നീങ്ങിയപ്പോഴും ഇത്തരം ഒരു പണിമുടക്കിലേക്ക് ഞങ്ങൾ പോവില്ല, ഈ സ്ഥാപനം നിലനിൽക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ടാണ് പണിമുടക്ക് എന്നുള്ളത് ഞങ്ങളുടെ അവസാന ഒരു ആയുധം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ പണിമുടക്കിലേക്ക് എത്തിയിരിക്കുന്നത്. 12 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. KSRTC ജീവനക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി തന്നെ കൃത്യമായി ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇപ്പോഴും മാസാവസാനമാണ് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് KSRTC ജീവനക്കാരുടെ സമരം. ജനം, കോഴിക്കോട്. മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ പ്രതിഷേധം സംഘടിപ്പിച്ച BJP. സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ജൂബിലി ഹാളിന് സമീപത്ത് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും 5 ജില്ലയിലെ രോഗികൾക്ക് ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികളെ ചുമന്നു കൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ്. മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതാണ് രോഗികളെ ദുരിതത്തിലാക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ദിവസേന പുറത്തുവരുന്നത് പരാധീനതകളുടെ വാർത്തയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് OP ടിക്കറ്റിന് ഒറ്റയടിക്ക് 10 രൂപ ഈടാക്കിയത്. എന്നാൽ ആശുപത്രിക്കകത്തെ ക്യാൻസർ വാർഡിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞു. നടക്കാൻ കഴിയാത്ത രോഗികളെ ചുമന്നാണ് മുകളിലത്തെ നിലയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രി അധികൃതരോട് പലതവണ പരാതി പറഞ്ഞിട്ടും നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉടൻ ശരിയാക്കാമെന്ന പല്ലവി മാത്രമാണ് അധികൃതരുടെ വിഷയത്തിലെ മറുപടി. 3 നിലകളിലായി പ്രവർത്തിക്കുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ 2-ാം നിലയിലേക്ക് മാത്രമാണ് റാമ്പ് വേ ഉള്ളത്.
മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഹെമറ്റോ ഓങ്കോളജി വിഭാഗത്തിലേക്ക് നടക്കാൻ കഴിയാത്ത രോഗികളെ ചുമന്നു കൊണ്ടുപോകേണ്ട ദുരവസ്ഥയാണ്. ആരോഗ്യമേഖലയിൽ കേരളം നമ്പർ 1 എന്ന് കൊട്ടിഘോഷിക്കുന്ന ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥകൾ കണ്ടില്ലെന്നടിക്കുകയാണ്. ജനം, കോഴിക്കോട്. AI വിഷയത്തിൽ പിടിവിടാതെ MV ഗോവിന്ദൻ. ചൂഷണത്തിന് വഴിവെക്കുമെന്ന് പുതിയ കണ്ടെത്തൽ. ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് വികസിത രാജ്യങ്ങളിൽ കുന്നുകൂടും. ഇടുക്കി ജില്ലാ സമ്മേളനത്തിനിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം. ബാലരാമപുരം കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ വിട്ടു. വെള്ളിയാഴ്ച വരെയാണ് കസ്റ്റഡി കാലാവധി. കൊലയുടെ കാരണം കണ്ടെത്താൻ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. കൊല ചെയ്യുന്നതിന് മുൻപ് ഹരികുമാർ നടത്തിയ ഫോൺ ചാറ്റുകൾ, ദേവേന്ദുവിനെ കിണറ്റിൽ കൊണ്ടിടാനുള്ള കാരണം, മുറിക്കുള്ളിൽ തീയിട്ടതിൻ്റെയും വിറകുപുരയ്ക്ക് സമീപം കയറ് കെട്ടിത്തൂക്കിയതിൻ്റെയും കാരണം എന്നിവയും അന്വേഷിക്കും. ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോഴിക്കോട് മുക്കത്ത് കെട്ടിടത്തിൽ നിന്നും യുവതി ചാടിയ സംഭവത്തിൽ പീഡനശ്രമത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവ് പുറത്തുവിട്ട് ബന്ധുക്കൾ. മൊബൈൽ ഫോൺ നോക്കുന്നതിനിടെ പീഡനശ്രമം നടക്കുന്നതും യുവതി ബഹളം വയ്ക്കുന്നതുമാണ് ദൃശ്യത്തിലുള്ളത്. അതേസമയം പ്രതികളെ പിടികൂടാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ കൊച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. കൊച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെ ചിലർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും യുവതി ബഹളം വയ്ക്കുന്നതുമാണ് ദൃശ്യത്തിലുള്ളത്. ഇതിനു പിന്നാലെയാണ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ യുവതി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയത്. മുക്കത്തിനടുത്ത് മമ്പറ്റയിൽ പുതുതായി ആരംഭിച്ച സങ്കേതം എന്ന ഹോട്ടലിലെ ജീവനക്കാരിയായ പയ്യന്നൂർ സ്വദേശിക്കാണ് കഴിഞ്ഞ ദിവസം ദുരനുഭവം ഉണ്ടായത്. രാത്രി 11 മണിയോടെ ഹോട്ടൽ ഉടമയും ജീവനക്കാരായ മറ്റു 2 പേരും ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. നട്ടെല്ലിനാണ് പരിക്കേറ്റത്. യുവതിയുടെ പരാതിയിൽ ഹോട്ടൽ ഉടമ ദേവദാസ്, ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തിരുന്നു. അതിക്രമിച്ച് കടക്കൽ, സ്ത്രീകളെ ഉപദ്രവിക്കൽ എന്നീ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ജനം, കോഴിക്കോട്. തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളി സ്കൂൾ അധികൃതർ. മിഹിറിന് സ്കൂളിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ക്ലാസ് മുറിയിലെ CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. മിഹിറിന്റെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ സ്കൂളിന് നടപടിയെടുക്കാനാകില്ലെന്നും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ. മിഹിർ സ്കൂളിൽ റാഗിങ്ങിനിരയായെന്ന കുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണത്തിലാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. മിഹിർ മരിച്ചത് ജനുവരി 15-നാണ്. അന്ന് മിഹിറിന് സ്കൂളിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ സാധാരണ പോലെയാണ് കുട്ടി പെരുമാറിയത്. ക്ലാസ് മുറിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇത് വ്യക്തമാണെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. ജനുവരി 14-ന് മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചിരുന്നു. ജനുവരി 15-ന് മിഹിറിന്റെ രക്ഷകർത്താക്കളെ സ്കൂളിലേക്ക് വിളിപ്പിക്കുകയും മിഹിറിന്റെ രണ്ടാനച്ഛൻ സ്കൂളിലെത്തുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ഉപദേശം നൽകുകയാണ് ഉണ്ടായതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. മിഹിറിന്റെ മരണശേഷമാണ് സ്കൂളിലെ റാഗിങ്ങിനെ കുറിച്ച് പരാതി നൽകുന്നത്. 39 ദിവസം മാത്രമാണ് മിഹിർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിച്ചിരുന്നത്. മിഹിറിന്റെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ 3-4 കുട്ടികളുടെ പേര് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് നടപടിയെടുക്കാനാകില്ല. പോലീസിന് പരാതി കൈമാറിയിരുന്നുവെന്നുമാണ് സ്കൂളിന്റെ വിശദീകരണം. തെളിവില്ലാതെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കെതിരെ നടപടി എടുക്കാനാകില്ലെന്നും അത് കുട്ടികളുടെ മാനസിക നിലയെ തകരാറിലാക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. ജനം, കൊച്ചി. കൊല്ലം മുളങ്കാടകത്ത് 17-കാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ രാത്രിയാണ് പെൺകുട്ടിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കൊല്ലം വെസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി. മനോജ് വിവരങ്ങളുമായി ചേർന്നു. മനോജ്, എന്താണ് ഈ സംഭവം? വീണ, ഈ 17-കാരിയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പെൺകുട്ടിയെ കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് ഈ നാട്ടുകാരാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹത, അതായത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണത്തെ പറ്റി പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്തായാലും പെൺകുട്ടിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മറ്റ്
പരിശോധനകൾക്ക് ശേഷം മാത്രമേ കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി മനോജ്. കൊല്ലം മുളങ്കാടകത്താണ് 17-കാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സീഡ് സൊസൈറ്റിയുടെ പേരിൽ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് കണ്ണൂർ ജില്ലയിലും വ്യാപക തട്ടിപ്പെന്ന് പരാതി. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേര് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിനെതിരെ 1000-ഓളം പരാതിയാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായ തട്ടിപ്പിനെ തുടർന്ന് സൊസൈറ്റി ഉടമസ്ഥൻ അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിനായി പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, തയ്യൽ മെഷീനുകൾ എന്നിവ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. നിരവധി പേർ പകുതി പണം അടച്ചിട്ടും സാധനങ്ങൾ ലഭിക്കാതായതോടെ പരാതിയുമായി സ്ത്രീകൾ രംഗത്തെത്തുകയായിരുന്നു. കണ്ണൂർ ടൗൺ, വളപട്ടണം, മയ്യിൽ, പെരിങ്ങോം, പയ്യാവൂർ, ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനുകളാണ് കൂടുതൽ പരാതി എത്തിയത്. 1000-ഓളം പരാതികളാണ് നിലവിൽ ജില്ലയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. സന്നദ്ധ സംഘടനയാണെന്ന് വ്യാജേന ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. എല്ലാവരും സ്കൂട്ടിക്ക് 60,000 രൂപ, 50,000 രൂപ തോതിൽ മുടക്കിയവരാണ്. അതോടൊപ്പം ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, അങ്ങനെ പലവിധ സാധനങ്ങൾ ഇതിലേക്ക് നൽകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പൈസ അടയ്ക്കുകയും, അപ്പൊ ഇവര് വിശ്വസനീയമായ രീതിയിൽ ഇവരുടെ ഓൺലൈനിലായിട്ട് പോർട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ അതിലൂടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി ലേറ്റ് ആവുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒച്ചപ്പാടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ലിങ്ക് ഇട്ട് തരികയും ആ ലിങ്കിൽ ഞങ്ങൾ കയറി ഞങ്ങളുടെ ടോക്കൺ കിട്ടുകയും ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടിയ ടോക്കൺ 90 അപ്പോൾ ഇവര് പറഞ്ഞത് 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഞങ്ങൾക്ക് ഈ സാധനം തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ 100 വർക്കിംഗ് ഡേയ്സും കഴിഞ്ഞ് ഒരുപാട് നാളുകളായിട്ടും ഇതുവരെ ഈ അനക്കമില്ല. 2023 സ്കൂൾ തുറക്കുമ്പോൾ 1000 രൂപയ്ക്ക് 2000 രൂപയുടെ പഠനോപകരണങ്ങൾ വാഗ്ദാനം ചെയ്തായിരുന്നു സൊസൈറ്റിയുടെ തുടക്കം. മിക്കയിടത്തും തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളെ മുന്നിൽ നിർത്തിയായിരുന്നു വാഗ്ദാനം ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഒടുവിൽ ഒന്നും നടന്നില്ല. മൂവാറ്റുപുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ ഈ സൊസൈറ്റിയുടെ ഉടമസ്ഥനായ അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനം, കണ്ണൂർ. സംസ്ഥാനത്ത് വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണവില. പവൻ ഇന്ന് കൂടിയത് 840 രൂപ. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 62,480 രൂപയായി. ഗ്രാമിന് ഇന്ന് വർദ്ധിച്ചത് 105 രൂപയാണ്. കഴിഞ്ഞ ഒക്ടോബറിലെ റെക്കോർഡ് വിലയായ 59,640 രൂപ മറികടന്ന് സ്വർണ്ണവില ഇന്ന് പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയം ആഗോള വ്യാപാര യുദ്ധത്തിന് വഴിവെച്ചേക്കാമെന്നുള്ള ആശങ്കയാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായത്. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചുമത്തിയ 25% അധിക താരിഫ് നടപ്പാക്കുന്നത് മരവിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 1 മാസത്തേക്കാണ് താരിഫ് ചുമത്തുന്നത് നീട്ടിവെച്ചത്. അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിന് കാനഡയും മെക്സിക്കോയും നടപടികൾ സ്വീകരിക്കും. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ മെക്സിക്കോയുമായി ധാരണയായിട്ടുണ്ട്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും US-ലേക്കുള്ള അനധികൃത കുടിയേറ്റം വ്യാപകമായിരുന്നു. കുടിയേറ്റക്കാർ മയക്കുമരുന്ന് കടത്തുന്നതും സ്ഥിര സംഭവങ്ങളാണ്. ഇത്തരം നീക്കങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇരു രാജ്യങ്ങളും കാര്യമായ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കർശന നീക്കങ്ങൾക്ക് ട്രംപ് തയ്യാറായത്. കാനഡയുടെയും മെക്സിക്കോയുടെയും ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക നികുതി അമേരിക്കയിൽ ചുമത്തിക്കൊണ്ട് ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചു. 1-ാം തീയതി മുതൽ ഉയർന്ന താരിഫ് നിരക്ക് ബാധകവുമാക്കി. പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായത്. ചർച്ചയെ തുടർന്ന് മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിൽ 10,000 കൂടുതൽ സൈനികരെ വിന്യസിക്കാൻ ധാരണയായി. അനധികൃത മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനെ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ തീരുമാനിച്ചതായി ജസ്റ്റിൻ ട്രൂഡോയും ട്രംപിന് ഉറപ്പു നൽകി. നിലവിൽ മെക്സിക്കൻ അതിർത്തിയിൽ ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെക്സിക്കോയും അമേരിക്കയും ചേർന്ന് അതിർത്തി സുരക്ഷിതമാക്കുന്നതോടെ മയക്കുമരുന്ന് കടത്തും അനധികൃത കുടിയേറ്റവും തടയുന്നതിൽ കർശന നീക്കങ്ങൾ നടത്താനാകും. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് അധിക നികുതി ചുമത്തുന്നത് 1 മാസത്തേക്ക് നീട്ടിവെച്ചത്. തുടർ ചർച്ചകൾ പൂർത്തിയാകുന്നതോടെ അന്തിമ തീരുമാനമെടുക്കാനും ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. US ക്യാമ്പസുകളിൽ യഹൂദർക്കെതിരായ വിവേചനം നിയന്ത്രിക്കാൻ പ്രത്യേക ദൗത്യസംഘത്തെ നിയോഗിച്ചു. അസിസ്റ്റന്റ് അറ്റോർണി ജനറലിന്റെ മുതിർന്ന അഭിഭാഷകൻ ലിയോ ടെറൽ ദൗത്യസംഘ മേധാവിയാകും. ഹമാസ് അനുകൂല പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ വിസ റദ്ദാക്കിയതിനു പിന്നാലെയാണ് പുതിയ നടപടി. ക്യാമ്പസുകളിൽ യഹൂദർക്കെതിരായ വിവേചനവും ആക്രമണങ്ങളും വൻതോതിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുകയാണ് പ്രത്യേക ദൗത്യസംഘത്തെ നിയോഗിക്കുന്നതിന്റെ ലക്ഷ്യം. US നീതിന്യായ വകുപ്പിന്റെ കീഴിലായിരിക്കും ദൗത്യസംഘം. നീതിന്യായം, വിദ്യാഭ്യാസം, ആരോഗ്യം, മാനവിക സേവനം തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംഘത്തിന്റെ ഭാഗമാകും. യഹൂദ വിരോധം പൂർണ്ണമായും ക്യാമ്പസുകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് ദൗത്യസംഘത്തിന്റെ പ്രാഥമിക ലക്ഷ്യം.
പൗരാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള അസിസ്റ്റന്റ് അറ്റോർണി ജനറലിന്റെ മുതിർന്ന അഭിഭാഷകൻ ലിയോ ടറൽ ആയിരിക്കും ദൗത്യസംഘം മേധാവി. ഹമാസ് അനുകൂല പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളുടെയും ഹമാസ് അനുകൂലികളുടെയും വിസകൾ റദ്ദാക്കുന്നതിന് നേരത്തെ ട്രംപ് ഉത്തരവിട്ടിരുന്നു. ഹമാസ് അനുകൂല പ്രകടനങ്ങളും യഹൂദ വിരുദ്ധ നിലപാടുകളും പ്രഖ്യാപിക്കുന്ന നീക്കങ്ങൾ അമേരിക്കയിൽ മുഴുവനും നിരോധിച്ചിട്ടുണ്ട്. യഹൂദ വിഭാഗത്തിലുള്ളവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനപ്പുറം ഇത്തരം വിവേചനങ്ങൾ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള നടപടിയാണ് ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ച ഹമാസ് കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തിയതിനു പിന്നാലെയാണ് ഹമാസിന്റെ നിലപാടെന്നതും ശ്രദ്ധേയമാണ്. 42 ദിവസത്തെ ആദ്യഘട്ട വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുമെന്നാണ് കരാർ. രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ ബന്ദികളുടെയും മോചനമാണ് ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടാം ഘട്ടം വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറെന്ന ഹമാസിന്റെ നിലപാട്. മൂന്നാം ഘട്ടം വെടിനിർത്തൽ ചർച്ചകളിലാണ് ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുക. ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും തുടർ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്രയേലും തയ്യാറാകുക. ഈ രണ്ട് സാഹചര്യങ്ങളും മുൻനിർത്തിയാണ് ഹമാസിന്റെ നിലപാട്. അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹുവും ഇലോൺ മസ്കും കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ട്രംപിന്റെ സാന്നിധ്യവും ഉണ്ടായി. ഇന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് ഔദ്യോഗിക ചർച്ചകൾ നടക്കുക. ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതുൾപ്പെടെയുള്ള ചർച്ചകളായിരിക്കും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക എന്നാണ് സൂചന. ഈ സാഹചര്യവും പ്രതികൂല ഘടകമായി ഹമാസ് നോക്കിക്കാണുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന പുനഃസ്ഥാപനത്തിന് കാര്യമായ ശ്രമം നടത്തിയത് ഡൊണാൾഡ് ട്രംപാണ്. അധികാരത്തിലെത്തും മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമാകണമെന്ന ട്രംപിന്റെ അന്ത്യശാസനമാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് നയിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. മഹാകുംഭമേളയ്ക്ക് വേണ്ടി എത്തുന്ന തീർത്ഥാടകർ ദർശനം നടത്തേണ്ട ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് പ്രയാഗ്രാജിൽ. 40 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഈ ക്ഷേത്രം ഉത്തർപ്രദേശിലെ ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രം കൂടിയാണ്. മലയാളത്തിൽ തത്വമസി ബോർഡുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് പ്രയാഗ്രാജിൽ. കുംഭമേള നഗരിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനാണെങ്കിലും മഹാദേവന്റെയും പാർവതീദേവിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠ ഇവിടെയുണ്ട്. കുംഭമേളയ്ക്ക് വേണ്ടി പ്രയാഗ്രാജിലേക്ക് എത്തുന്ന തീർത്ഥാടകർ ഉറപ്പായും ദർശനം നടത്തേണ്ട ഈ അയ്യപ്പക്ഷേത്രം ഉത്തർപ്രദേശിലെ ഒരേ ഒരു അയ്യപ്പക്ഷേത്രം കൂടിയാണ്. സ്വാമി ശരണം. ഈ അയ്യപ്പക്ഷേത്രം 40 വർഷം പഴക്കമുള്ള പ്രയാഗ്രാജിലെ ഒരേ ഒരു ക്ഷേത്രമാണ്. മഹാകുംഭിന് വരുന്ന എല്ലാ ഭക്തജനങ്ങളും വന്ന് ദർശനം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. പ്രധാന പ്രതിഷ്ഠകൾക്കും പൂജകൾക്കുമൊപ്പം നവഗ്രഹ പ്രതിഷ്ഠയും പൂജയും ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്. ജനം, പ്രയാഗ്രാജ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായുള്ള ഗോത്ര കലാമേളയിൽ കാസർഗോഡ് ജില്ലയുടെ തനത് കലാരൂപമായ മംഗലം കളിയും അരങ്ങേറും. അമ്പലത്തറ 3-ാം മൈൽ മുണ്ടോട്ട് ഊരിലെ കലാകാരന്മാരാണ് 6 മുതൽ നടക്കുന്ന ഗോത്ര കലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കാസർകോട്ടെ ഈ കലാകാരന്മാർ. കാസർഗോഡ് ജില്ലയുടെ തനത് കലാരൂപമായ മംഗലം കളിയാണ് കുംഭമേളയിൽ അരങ്ങേറുന്നത്. അമ്പലത്തറ 3-ാം മൈൽ മുണ്ടോട്ടൂരിലെ കലാകാരന്മാരാണ് ഫെബ്രുവരി 6 മുതൽ നടക്കുന്ന ഗോത്രകലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും കുംഭമേളയിൽ പുറപ്പെടുന്ന
മംഗലങ്ങളി ടീം 3-ാം മൈൽ ദേശത്തെ മുണ്ടോട്ട് ഊരിലെ 15ഓളം പേരടങ്ങുന്ന സംഘമാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അവിടെ കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി, അതോടൊപ്പം തന്നെ ആ മഹാകുംഭമേളയിലെ പുണ്യസ്ഥാനം കൂടി അവർക്ക് വളരെയേറെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ഊരിലെ എം പക്കീരനാണ് മംഗലം കളി പരിശീലിപ്പിക്കുന്നത്. മാവിലൻ മലവേട്ടുവൻ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു സംഗീത നൃത്തരൂപമാണ് മംഗലം കളി. സ്ത്രീ പുരുഷന്മാർ പാട്ടിന്റെയും തുടിയുടെയും താളത്തിനൊത്ത് നൃത്തം വെക്കുന്ന മംഗലം കളിയുടെ വാദ്യസംഘത്തിൽ പൊതുവെ തുടിയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മംഗലം കളി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണിവർ. എത്രയും വേഗം ആ പുണ്യഭൂമിയിൽ എത്തണം, മംഗലം കളി അവതരിപ്പിക്കണം, അതുമാത്രമാണ് ഇവരുടെ ഇപ്പോഴത്തെ ചിന്ത. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 756 ഗോത്ര സമുദായങ്ങളിലെ 125ഓളം ഗോത്രകലകൾ മേളയുടെ ഭാഗമാകും. ജനം, കോഴിക്കോട്. ഹൈന്ദവ മഹാസമ്മേളനം. ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ നാളെ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർസംഘചാലക് അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തെ ശ്രവിക്കാൻ 1 ലക്ഷത്തിലധികം ആളുകൾ പരിഷത്തിലേക്ക് എത്തും എന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. ഒരു ലക്ഷത്തിലധികം ആളുകളെ ഉൾക്കൊള്ളുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെറുകോൽപ്പുഴയിൽ പൂർത്തിയായി. സർസംഘചാലകനെ ശ്രവിക്കാനെത്തുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഇരിപ്പിടങ്ങൾ സജ്ജമാണ്. ബാരിക്കേഡുകൾ തിരിച്ചാണ് ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ക്രമീകരണങ്ങൾ. സർസംഘചാലകനെ വരവേൽക്കാൻ അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് അയിരൂർ ചെറുകോൽപ്പുഴ പമ്പാതീരം. സുരക്ഷാ ചുമതലകളുമായി ഉദ്യോഗസ്ഥർ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളുടെ ഏകോപന ചുമതലകളും സംഘാടകരായ ഹിന്ദുമത മഹാമണ്ഡലം പൂർത്തിയാക്കി. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ കൊച്ചിയിൽ നിന്നും റോഡ് മാർഗം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പന്തളത്തെത്തും. പന്തളത്ത് ഒരു സ്വയം സേവകന്റെ വസതിയിലാണ് അദ്ദേഹത്തിന് വിശ്രമം. 3:20 പന്തളത്ത് നിന്നും റോഡ് മാർഗം ചെറുകോൽപ്പുഴയിലെത്തും. വാദ്യമേളങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയിൽ സർസംഘചാലകനെ വേദിയിലേക്ക് സ്വീകരിക്കും. 4 മണിക്ക് അദ്ദേഹം വേദിയിലെത്തും. 4:30 ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അഭിസംബോധന ചെയ്യും. 6 മണിവരെയാണ് അദ്ദേഹം പരിഷത്ത് വേദിയിലുണ്ടാകുക. കേരളത്തിലെ 158 ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളും സന്യാസി ശ്രേഷ്ഠരും ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കും. സർസംഘചാലക് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ പരിപാടികളാണ് കഴിഞ്ഞ 1 മാസക്കാലമായി പൂർത്തിയാക്കിയത്. ഹിന്ദു നേതൃയോഗങ്ങൾ, പമ്പ ആരതി, നദീപൂജകൾ, വൃക്ഷത്തൈ വിതരണം തുടങ്ങിയ പരിപാടികൾ പൂർത്തിയാക്കി. ഇനി സർസംഘചാലകിന്റെ മഹത്തായ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി കാതോർക്കാൻ തയ്യാറെടുക്കുകയാണ് പമ്പാതീരം. പരിഷത്ത് പുണ്യഭൂമിയിൽ നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് അയ്യപ്പ ഭക്ത സമ്മേളനം നടക്കും. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന ആ സമ്മേളനത്തിൽ ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ പ്രഭാഷണങ്ങൾ നടത്തും. ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, ദേവസ്വം മന്ത്രി VN വാസവൻ തുടങ്ങിയവർ അയ്യപ്പ ഭക്ത സമ്മേളനത്തിൽ പങ്കെടുക്കും. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ വരവോടെ കേരളം സാക്ഷ്യം വഹിക്കുന്നത് 158 ഹൈന്ദവ സംഘടനകളുടെ മഹാസംഗമത്തിനു കൂടി. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ചരിത്രത്തിൽ പുതു ഏടായി മാറുകയാണ് സർസംഘചാലകിന്റെ സാന്നിധ്യം. കേരള ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയും ഹൈന്ദവ സംഘടനകൾ ഒന്നിക്കുന്നതെന്ന് ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ജനം TVയോട് പറഞ്ഞു. 113 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം, നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് മഹാപരിഷത്തിലേക്ക് എത്തുന്നത് ചരിത്ര നിയോഗം. സർസംഘചാലക് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ കേരളത്തിലെ 158 ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ജനം TVയോട് പറഞ്ഞു. കേരളത്തിലെ ഹിന്ദു സംഘടനകളെല്ലാം കൂടി ഒന്നിച്ച ഒരു കാലം ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടാവില്ല. 158 ഹിന്ദു സംഘടനകൾ
അന്ന് ഇവിടെ 5-ാം തീയതി ഇവിടെ സംഘടിക്കുകയാണ്. അതിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഭാരവാഹികളും ഒക്കെ ഇവിടെ സംഘടിക്കുക. ഒരുപക്ഷെ ഞങ്ങൾ നേരിൽ കാണാത്ത അല്ലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഹിന്ദു നേതാക്കന്മാർ 5-ാം തീയതി ഇവിടെ എത്തിച്ചേരുകയാണ്. സർസംഘചാലകന്റെ സാന്നിധ്യം പരിഷത്തിന് ലോകശ്രദ്ധ നേടാൻ സഹായകമാകും. ചട്ടമ്പി സ്വാമികളുടെ അനുഗ്രഹമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലൂടെ സാധ്യമാകുന്നത്. ഒരുപാട് മാറ്റം അദ്ദേഹത്തിൻ്റെ ഈ വരവ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നു. നാളുകളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ വലിയൊരു ഇരട്ടിയിൽ ഈ ഹിന്ദുമത മഹാമണ്ഡലം ലോകമറിയപ്പെടുന്ന ഒരു ഹിന്ദുമത കൺവെൻഷനായി മാറും. ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് RSS വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചതും പരിഷത്തിന് സഹായകമായി. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 400ഓളം മീറ്റിങ്ങുകൾ അവർ നടത്തപ്പെട്ടു RSSുമായി ബന്ധപ്പെട്ടുള്ള. കൂടാതെ ഗ്രഹസമ്പർക്കം ഒരു 10-12,000 കുടുംബങ്ങളിൽ അവർ ഈ അറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹിന്ദുമത മഹാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമാണ്. സർസംഘചാലകനെ സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. 1,00,000 ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷ. അദ്ദേഹം ഇവിടെ 1.25 മണിക്കൂർ സംസാരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കാവുന്നതാണ്. അതിനൊന്നും യാതൊരുവിധ തടസ്സങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. ഏതാണ്ട് 1,00,000 പേർ അന്ന് ഇവിടെ പങ്കെടുക്കും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നടത്തിക്കഴിഞ്ഞു. 2-3 അവലോകന യോഗങ്ങൾ നടത്തി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട്. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായുള്ള കൂടിക്കാഴ്ചയുടെ മറക്കാനാകാത്ത അനുഭവങ്ങൾ ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പങ്കുവെക്കുന്നത് ഇങ്ങനെ. ഈ പറയുന്ന പോലെ ഒന്നുമല്ല. ഈ നമ്മളോട് വളരെ സൗഹാർദ്ദപരമായി അടുത്തിരുത്തി കെട്ടിപ്പിടിച്ച് ഏതാണ്ട് ഒരു 10-25 മിനിറ്റിൽ കൂടുതൽ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. കേരളം ഇതുവരെ കാണാത്ത ഹൈന്ദവ മഹാസമ്മേളനത്തിനാണ് നാളെ പമ്പാതീരം ഹിന്ദു ഏകതാ സമ്മേളനത്തിലൂടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ജനം, പത്തനംതിട്ട. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം.